ശാരിക കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ ഗാർഹിക പീഡനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശാരിക പറഞ്ഞു ശാരികയുടെ ജീവിതത്തിൽ ശാരികയ്ക്ക് അത്തരത്തിലുള്ള ഒരു തിക്താനുഭവം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ശാരികയ്ക്ക് അത്തരത്തിലുള്ള ഗാർഹിക പീഡനം അല്ലെങ്കിൽ മാനസിക പീഡനത്തെ ഓവർകം ചെയ്യാൻ സാധിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ശാരിക അതിനോട് പ്രതികരിച്ചത്? ഓക്കെ, ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ശില്പ. കാരണം നമ്മളൊരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അതൊരാളുടെ പേഴ്സണൽ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നു. ഇത് പുറത്തറിയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല കേട്ടോ, അത് ഞാൻ ഇപ്പോഴേ പറയാം. കാരണം ഞാൻ കണ്ടിരിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എത്ര ക്രൂരനായ ഭർത്താക്കന്മാരാണെങ്കിലും ബന്ധുക്കളും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇതൊന്നും ഇപ്പം നമ്മൾ മക്കളുടെ സ്കൂളിൽ എനിക്കൊരു മോളുണ്ട്, അപ്പോൾ എൻ്റെ മകളുടെ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെക്കെങ്കിലും സുഹൃത്തുക്കൾ നമ്മുടെ എൻറ്റിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള സുഹൃത്തുക്കൾ അല്ലാതെ പുറത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ഓഫീസിൽ നിങ്ങളാണെങ്കിലും ചോദിക്കും ശരി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ പോകാറില്ലേ, അപ്പോൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് എന്താ വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ എന്ന് വെച്ചാൽ സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം വല്ലപ്പോഴും പോകാറുള്ളൂ. അപ്പം മോളുണ്ടോ, അപ്പോൾ ചോദിച്ചാൽ മോളുണ്ട്, അപ്പോൾ എന്താ കുഞ്ഞിനെ കാണാൻ വരാറില്ലേ, ഞാൻ വരാം ഇടയ്ക്കൊക്കെ. നമ്മളതൊരു കള്ളവാണ് പറയുന്നത്. ആക്ച്വലി എൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് എൻ്റെ മോളുടേതല്ലാത്ത തെറ്റുകൊണ്ട് നമ്മളോട് ഈ അനീതി കാണിക്കുന്ന ആൾക്കാരെ എന്തിനാണ് വെള്ളം പൂശുന്നത്? ഞാൻ എൻ്റെ മാത്രം കാര്യമല്ല, എന്നെപ്പോലെ നടക്കടന്നു പോകുന്ന 1000 ആൾക്കാർ ഈ ചുറ്റിനുണ്ട്, 1000 സ്ത്രീകൾ. അപ്പോൾ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിരിക്കുന്നു, ഇപ്പം നമ്മുടെ വീട്ടുകാരാണെങ്കിലും പറയും എന്തിനാ അവനെ കുറിച്ച് അങ്ങനെ കുറ്റം പറയുന്നത്, നിന്റെ വിഷമം നീ അറിഞ്ഞാൽ പോരെ. ഉള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ എല്ലാം ഉള്ളിൽ ഒതുക്കുക. ഇപ്പൊ എന്റെ മോളുടെ സ്കൂളില് ഞാൻ സെപ്പറേറ്റ് എന്റെ വീട്ടിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്, സെപ്പറേറ്റ് എന്റെ നാട്ടിലെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവൾക്ക് ഇപ്പോൾ 8 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എന്റെ ആദ്യം സംഭവിക്കുമ്പോൾ ഈ ചിന്താഗതി ഉണ്ടായിരുന്നു എനിക്കും. എന്റെ ചിന്താഗതി എന്റെ രീതിയിൽ ചിന്താങ്കിലും എന്റെ വീട്ടുകാരുടെ നിർബന്ധം അവരെ നിർബന്ധിച്ചിട്ടില്ല. അവർ പറയും ഇതൊന്നും സാറുമാർ അവളുടെ ക്ലാസ് ടീച്ചറിനോട് പറയണ്ട, അവളെ അച്ഛൻ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അച്ഛൻ നോക്കാൻ വരാത്തതും അല്ലെങ്കിൽ അച്ഛൻ വീട്ടുകാർ നോക്കാൻ വരാത്തതൊന്നും നീ ആരോടും പറയണ്ട എന്ന് നമ്മുടെ ബന്ധുക്കൾ നമ്മളോട് പറയും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ എന്തിനു പറയാതിരിക്കണം. സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുന്ന എൻ്റെ മോളാണ്. സ്വാഭാവികമായിട്ട് അവളുടെ സുഹൃത്തുക്കളോട് ചോദിക്കും മോളെ ഞങ്ങൾ വീക്കെൻഡ് അച്ഛനുമായിട്ട് കറങ്ങാൻ പോയി അല്ലെങ്കിൽ അമ്മയായിട്ട് കറങ്ങാൻ പോയി. സ്വാഭാവികമായിട്ട് എൻ്റെ മോളോടും എൻ്റെ മോനും അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കും, മോളോ ആയാലും മോനായാലും ചോദിക്കപ്പെടുമല്ലോ, നീ പോയില്ലേ, നിന്റെ അച്ഛൻ്റെ വീട്ടിൽ നീ പോകാറില്ലേ, അച്ഛൻ വന്നോ, അച്ഛൻ വരാറില്ലേ എന്ന് കുരുന്നുകൾ പരസ്പരം ചോദിക്കും. അവർക്ക് അത്ര പ്രായമായിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും സാറും ചോദിക്കാൻ തുടങ്ങി എൻ്റെ മോളോട്. അവളോട് ചോദിക്കും അച്ഛൻ വീട്ടിൽ പോകാറില്ല, അച്ഛനെ കാണാറില്ല, അച്ഛൻ സ്കൂളിൽ വരാറില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്താ വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവസാനം സഹിയിട്ട് ഞാനൊരു 3-4 മാസമായപ്പോൾ ഞാൻ അധ്യാപനം പോയി കണ്ടു. അവളുടെ ഒരു ക്ലാസ് സാറാണ്. അപ്പോൾ സാറിനോട് ഞാൻ സാറേ, എൻ്റെ സുഹൃത്തും കൂടാണ്, ഞാൻ സാർ ഇങ്ങനൊരു വിഷയമുണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റഡ് ആണ്, കുറച്ച് നാളുകളായിട്ട് കുറേ വിഷയങ്ങളുള്ളതുകൊണ്ട് സെപ്പറേറ്റഡ് ആണ്, അവരും എൻ്റെ ഫാമിലിയായിട്ട് ബന്ധമൊന്നുമില്ല, കുഞ്ഞിനെ ഒന്നും അവർ തിരിഞ്ഞു നോക്കാറില്ല, അവരുടെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും നോക്കാറില്ല, അദ്ദേഹവും നോക്കാറില്ല. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും നോക്കുന്ന അവർക്ക് അവരുടെ മകനെ നോക്കിയാൽ മതി, എൻ്റെ മോളെ നോക്കേണ്ട ആവശ്യമില്ല, ദർ ഓൺലി ഗ്രാൻഡ് പാരൻസ്. പക്ഷേ നോക്കേണ്ട ആൾ നോക്കാറില്ല, വിളിക്കാറില്ല. അതൊരു സത്യമാണ്. അപ്പോൾ ഇതാണ് വിഷയങ്ങൾ. അയാൾക്ക് വേറൊരു പരസ്ത്രീ ബന്ധമൊക്കെ ഞാൻ കണ്ടുപിടുത്തുകയും അദ്ദേഹം ഇച്ചിരി ഒഫൻസ്, അതായത് അഴിമതി, അദ്ദേഹത്തിന് ഉദ്യോഗത്തിൽ നിന്നുകൊണ്ട് അഴിമതി കാണിക്കുകയും അതിൽ ആരോപണ വിധേയനായി ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ കുറേ ബ്ലാക്ക് മാർക്കുള്ള ഒരാളാണ്. അതിൽ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാതെ സംബന്ധിച്ചിടത്തോളം, ഒരു പാർട്ണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പരസ്ത്രീ ബന്ധം ഭാര്യ തന്നെ കണ്ടെത്തുകയും ഭാര്യയെ പരസ്ത്രീയെ പോയി കാണുകയും അങ്ങനെ കുറേ വിഷയങ്ങൾ. അത് ഒരുപാട് സ്ത്രീകൾ ഇതേ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ, ഒരു മാരേജ് എന്ന അറ്റയറിൽ നിൽക്കുമ്പോൾ തന്നെ അത് ചെയ്തു എന്നുള്ളതാണ്. തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് പരിപൂർണമായെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതാണ് സത്യം, അതാണ് ഫാക്ട്സ് എൻ്റെ കയ്യിലുണ്ട്, തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടുകൂടി ക്യാമറ മുമ്പിൽ ഇരുന്നത് പറയുന്നത്. ഇതൊരു ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനോ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ ഞാൻ അവെയർ ചെയ്യാൻ വേണ്ടി. ഞാൻ ഈ ചോദ്യം ശാരികയോട് ചോദിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ ഒരു ഗാർഹിക പീഡനം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭർത്താവിൽ നിന്ന് മാനസികമായ പീഡനം ഏൽക്കേണ്ടി വന്നു, മക്കളെ തിരിഞ്ഞു നോക്കാത്ത ഭർത്താവാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാര്യമാരുടെ മേത്തേക്കാണ് കുറ്റങ്ങൾ കൂടുതലും. അവളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് എന്റെ ഫാമിലിയിൽ തന്നെ നമ്മളത് കേട്ടിട്ടുണ്ട്. ഞാൻ എന്നോട് ഡയറക്റ്റ് പറയാൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ മുഖത്തടിച്ചായിട്ട് വെട്ടൊന്നും മുറിരണ്ട സ്വഭാവക്കാരിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ മുഖത്തടിച്ച പോലെ ഞാൻ ആരെയും പ്രീതിപ്പെടുത്താൻ സംസാരിക്കാറില്ല. അതെനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൊണ്ട് ശില്പെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശില്പ പറഞ്ഞ ചോദ്യങ്ങൾ പല പെൺകുട്ടികളും അനുഭവിക്കുന്നുണ്ട്, പല അമ്മമാരും അനുഭവിക്കുന്നുണ്ട്. വരാൻ എന്താണ് അവർ അനുഭവിക്കുന്നതെന്ന് ഒരാൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഞാൻ എന്റെ ഗർഭത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ എന്റെ മാരേജിന്റെ എക്സ്പീരിയൻസ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, പല പെൺകുട്ടികളും വീട്ടുകാരുടെ മാനം ഭയന്നിട്ട് സ്വന്തം മകളുടെ ഇപ്പൊ പഠിക്കുന്ന ആ കുഞ്ഞിന് എന്താണോ മാനം, അവൾ അറിയണം അവളുടെ അച്ഛൻ ഇങ്ങനത്തവനായിരുന്നു, അവൾ അമ്മയുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ അമ്മ തെറ്റ് ചെയ്തുകൊണ്ടോ അല്ല. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്ത സംഭവങ്ങൾ ഇല്ലെന്നല്ല. അമ്മയ്ക്ക് ഇപ്പൊ പരപുരുഷ ബന്ധം പരസ്ത്രീ ബന്ധം ഉണ്ടായിട്ട് അങ്ങനെ ഒളിച്ചു പോകുന്നവരുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കുഞ്ഞിന് മനസ്സിലാവണം. അതിപ്പോ അച്ഛനായാലും പറയണം അമ്മ ഇങ്ങനെ പോയതുകൊണ്ടാണ് മോനെ ആ കുഞ്ഞിന് അമ്മ ഇല്ലാതെ അവൾ മനസ്സിലാക്കട്ടെ. പക്ഷെ ഇപ്പോഴൊന്നും പഴയ ആൾക്കാരുടെ ചിന്ത കുഞ്ഞ് പിഞ്ചല്ലേ, അവൾക്ക് എന്ത് മനസ്സിലാവാനാണ്, അവൾക്ക് മനസ്സിലാവും. ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവൾക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം അവള് ചോദിക്കും, അപ്പൊ അവൾ എന്തിനാണ് ഞാൻ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത്? അവളോട് പറയണം അച്ഛൻ വരും മോളെ, അച്ഛൻ വരും, അച്ഛന് കുഴപ്പമൊന്നുമില്ല, അമ്മ അച്ഛനോട് പ്രശ്നമൊന്നുമില്ല എന്ന്. എന്തിനാണ് അവൾക്കറിയാം, അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള പൊരുത്തമില്ലായ്മകൾ, പൊരുത്തക്കേടുകൾ അവൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ട് അവൾക്ക് അറിയാം. ഞാനത് പറയുന്നില്ലെങ്കിലും അവൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ എന്റെ മോളെ, അതിൽ പലർക്കും എതിർപ്പുണ്ട്, എന്റെ ഫാമിലി തന്നെ പലർക്കും എതിർപ്പുണ്ട്. നീ എന്തിനാ അങ്ങനെ കുഞ്ഞിനോട് പറഞ്ഞു? അവൾക്ക് അത് ഹേർട്ട് ആവില്ല. ഞാൻ പറഞ്ഞു വലിയ വലിയ മുറിവുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാനാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുറിവുകൾ ഞാനിപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത്. എനിക്കറിയാം അവൾ മുറിയപ്പെടും, കാരണം അവളുടെ അച്ഛനാണ്. ഇനി അയാൾ എത്ര പിഴച്ചവനാണ്, അല്ലെങ്കിൽ എത്ര ഫ്രോഡാണ്, അയാൾ എത്ര കള്ളനാണ് എന്ന് പറഞ്ഞാലും അച്ഛൻ എന്ന ഒരു പദം അവിടുന്ന് അവളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മാറ്റാൻ പറ്റില്ല. അത് വിധിയായിപ്പോയി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഞാൻ വ്യക്തമായിട്ട് അവളുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മോളെ സ്കൂളിൽ സാറിനെ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്കതൊരു നാണക്കേടായിട്ട് ഫീൽ, എല്ലാവർക്കും ഒരു അഷെയിം ഫീൽ, ഒരു ഫീലിംഗ് ആണ്, ഗിൽറ്റി ഫീലിംഗ് ആണ്. ഞാനല്ല തെറ്റ് ചെയ്ത ആളെ ഞാൻ എന്തിനാണ് വെള്ളപൂശുന്നത്? അയാളും അയാളുടെ വീട്ടുകാരുമാണ് തെറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഒരിക്കലും അയാളെ വെള്ളപൂശേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ബിക്കോസ് ഞാൻ എന്റെ മോളോട് പറഞ്ഞു കൊടുക്കണ്ടല്ല, നിന്റെ അച്ഛൻ വരാത്തതിന്റെ കാരണം മോളെ നീ പറയണം, നമ്മുടെ പ്രശ്നങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ആ സാറിനോട് നേരിട്ട് എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലും പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്റെ ഇനി പിന്നീട് ആ ക്വസ്റ്റൻ അവൾക്ക് ഉണ്ടായിട്ടില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്നോട് ചോദിക്കും, എനിക്കത് വിഷമമാണ് അമ്മേ, അച്ഛന്റെ വീട്ടിൽ പോകാറില്ല എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറയും. അച്ഛന്റെ വീട്ടിൽ ഞങ്ങൾ ഇടയ്ക്കും. ഞാൻ പറഞ്ഞു, നീ കള്ളം പറയണ്ട. സാറിനോട് ഞാൻ പറഞ്ഞു, സാർ ഇനി അതവളോട് ചോദിക്കരുത്, ബിക്കോസ് ഇങ്ങനെ കുറേ വിഷയങ്ങളുള്ളതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവൾ വളരേണ്ട വീട് അതല്ല, അവളൊരു പെൺകുട്ടിയാണ്, അവൾ സ്മാർട്ടായിട്ട് വളരേണ്ട ആളാണ്, അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് വളരേണ്ട ആളല്ല, അവളുടെ സ്വഭാവം മോശപ്പെട്ട് പോകേണ്ടതല്ല, അവളങ്ങനെ അനാഥയായിട്ട് വളരേണ്ടവളല്ല, അവൾക്കൊരു അമ്മയുണ്ട്. അവളെ ഞാൻ എന്നെ അധ്വാനിച്ച് തന്നെയാണ് നോക്കുന്നത്. ഇനി ആരും നോക്കിയില്ലെങ്കിലും ഞാൻ നിയമത്തിൽ തന്നെ പോകും, പോരാടും. പക്ഷേ അതിന് റിസൾട്ട് എന്ത് തന്നെയായാലും ഞാൻ അവളെ നോക്കും. അവളുടെ ഒരു മെച്ചുവർ ഏജ് വരെ ഞാൻ അവളെ നോക്കും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും ഞാൻ തന്നെയാണ് എന്ന് തന്നെ പറഞ്ഞു കൊടുത്താണ് ഞാൻ വളർത്തുന്നത്. ഫിസിക്കലി ബയോളജിക്കൽ ഫാദർ ആയതുകൊണ്ട് ഒരിക്കലും ഒരു അച്ഛനാവുന്നില്ല. എനിക്കും ഉണ്ടായിരുന്ന ഒരു അച്ഛൻ മരിച്ചുപോയി. എന്നിട്ടും ഇനിയൊരു 100 ജന്മം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മകളായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നില്ല, അദ്ദേഹം NRI ആയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ലീവ് എടുത്ത് NRI ആയി പോയ വർഷങ്ങൾ, ഞങ്ങളുടെ നല്ല പ്രായത്തിൽ മുഴുവൻ അദ്ദേഹം പുറത്തായിരുന്നു. എന്നിട്ടും ഒരു ഫോൺ കോളിന് അപ്പുറം ഇപ്പുറം എന്നാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഫോൺ കോളുകൾ വളരെ കുറഞ്ഞു. ഞാൻ ലെറ്റർ എഴുതിയിരുന്ന ആളാണ് എൻ്റെ ഫാദറിന്. ആ ലെറ്ററിലൂടെ അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരാളാണ്. അദ്ദേഹം ലീവിൽ വന്നു പോകുമ്പോൾ വീട് മരണ തുല്യമായി കരുതിയിരുന്ന, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി തന്നിരുന്ന ഒരു അച്ഛനാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് അത് കിട്ടാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ അത് അവളുടെ വിധിയാണ് എന്ന് കരുതി അവൾ ഒരു പാരന്റിന്റെ സ്നേഹമില്ലാതെ വളരാൻ പാടില്ലെന്നതിന്റെ നിർബന്ധമുള്ളതുകൊണ്ട് അതുപോലെ സ്നേഹം കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. പക്ഷെ ഇതൊന്നും എൻ്റെയോ മോളുടെ തെറ്റല്ല, ആരുടെ തെറ്റാണ്? അങ്ങനെ പല കുട്ടികളും ഈ ലോകത്ത് നിന്ന് ക്രൂശിക്കപ്പെടുന്നുണ്ട്. അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് അവരെ മറച്ചു വെച്ചിരിക്കുവാണ്. സെപ്പറേഷൻ ആണെന്ന് പറയാൻ മടിയാണ്, ഡിവോഴ്സ് ആയെന്ന് പറയാൻ മടിയാണ്, സിംഗിൾ പാരന്റ് ആണെന്ന് പറയാൻ ഇന്നും പലരും മടിക്കുന്നുണ്ട്. തുറന്നു പറയുന്നവരെ മാത്രമേ നമുക്ക് അറിയുള്ളൂ ശില്പ, അല്ലാത്തവരെ നമുക്ക് അറിയില്ല. എന്തോ കാരണങ്ങൾ കൊണ്ടായാൽ പോലും സ്വന്തം കുഞ്ഞിനോട് സ്നേഹം കാണിക്കാത്ത പാരന്റിനെ, അത് അച്ഛനോ അമ്മയോ ആവട്ടെ, ഞാൻ ആണിനെയും പെണ്ണിനെയും പറയും, അവർ നരാധവന്മാർ തന്നെയാണ്. സ്വന്തം വയറ്റിൽ നിന്ന് ഇപ്പൊ പറഞ്ഞ ഡോക്ടർ പറയുന്ന പോലെ ഒരു പാരന്റ് ആകുമ്പോൾ അവിടെ അച്ഛനും അമ്മയും ആണ് ജനിക്കുന്നത്, അമ്മ മാത്രമല്ല. അപ്പോൾ സ്വന്തം കുഞ്ഞിനോട് അമ്മ പറഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന സ്നേഹവും സ്വയം ഉണ്ടാകുന്ന സ്നേഹവും രണ്ടാണ്. ഞാനീ പറഞ്ഞ എൻ്റെ പങ്കാളിയുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം അയാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം എങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന്. അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ മോൾക്കേ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. വേറൊരു അച്ഛൻ്റെ അമ്മയും വളർത്തി കുളവാക്കിയ ഒരു മനുഷ്യനെ ഞാൻ എങ്ങനെയാണ് നന്നാക്കിയെടുക്കുക? എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരുടെ കുഴപ്പമാണത്. അവരുടെ മകന് പറഞ്ഞു കൊടുത്തില്ല സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം, സ്ത്രീയെ എങ്ങനെ കരുതണം എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ എൻ്റെ ഇൻലോസ് എന്ന് പറഞ്ഞാൽ ദേ വെർ ഇൻ ലവ്. അവർ ലവ് മാരേജ് ആയിട്ടിരുന്ന ആൾക്കാരാണ്, അറേഞ്ച്ഡ് മാരേജ് അല്ല. അവർ വളരെ എന്താ പറയാ, വളരെ പേരുദോഷം കേൾപ്പിച്ച അല്ലെങ്കിൽ കോളിളക്കം ഉണ്ടാക്കിയ പ്രണയം ഉണ്ടാക്കിയ ആൾക്കാരാണ്. ആ ആൾക്കാർക്ക് എന്തുകൊണ്ട് മകന്റെയും മരുമകളുടെയും പ്രണയം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല, അങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കാൻ സാധിച്ചില്ല? സീരിയസ്ലി ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. മകളെയോ മകനെയോ വളർത്തുന്ന അവന്റെ ആൻസസ്റ്ററിനെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. കാരണം അയാളൊരു കള്ളനോ ദുഷ്ടനുമായിട്ടല്ല ജനിച്ചത്. ഒരു കുട്ടിയും ഒരാണും പെണ്ണും കള്ളനും ദുഷ്ടനായിട്ട് ജനിക്കുന്നില്ല. പക്ഷെ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എഡ്യൂക്കേറ്റഡ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, നന്നായിട്ട് വായിക്കും, ആൾക്കാരോട് നന്നായിട്ട് പെരുമാറും, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല, നോക്കുമ്പോൾ രണ്ടുപേരും നല്ല ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ സ്നേഹത്തിന്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ കൺസേണിന്റെ കാര്യം വരുമ്പോൾ അവിടെ ഒരു കുടുംബമായിട്ട് അവളൊരു സ്ത്രീയാണ് എന്ന ഒരു പരിഗണന തരാനോ പരിഗണിക്കേണ്ട പാർട്ണറായിട്ട് പരിഗണിക്കാൻ പോലും ഒരു മനസ്സില്ലാത്ത ക്രൂക്കഡായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ചെന്ന് വീഴും. മിക്ക പെൺകുട്ടികൾക്കും അതാണ് സംഭവിക്കുക. പ്രശസ്തയായ നമ്മുടെ സിനിമാ നടി മഞ്ജു വാര്യർക്ക് പോലും അതാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ലോകം മുഴുവനും നല്ലവനാന്ന് വാഴ്ത്തപ്പെടുന്ന ഹസ്ബൻഡിൽ നിന്ന് അവർ സ്വന്തം മകളെ വരെ ഉപേക്ഷിച്ച് പോരാൻ അവരുടേതായ ഒരു കാരണം തീർച്ചയായിട്ടും ഒരു തിക്താനുഭവം അവർക്കുണ്ടായിരുന്നു. ഒരാളും ഒരു കാരണവും ഇല്ലാതെ ഒന്നും ചെയ്യില്ലല്ലോ. അത് നന്നായിട്ട് ആ കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അമ്മ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. മഞ്ജു വാര്യർ പുറമേ ചിരിക്കുന്നതിൽ ഉള്ളിൽ അവർ കരയായിരിക്കാം, പക്ഷെ അവർ ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ബോൾഡ് ആയിരിക്കും. ഹിമാലയ പർവ്വതം പോലെ, എവറസ്റ്റ് കൊടുമുടി പോലെ ഒരു ബോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മകളെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു സംഗമം. എനിക്കറിയാം, എൻ്റെ ആരുമല്ല മഞ്ജു വാര്യർ, ഷീസ് ലേഡി സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ആക്ട്രസ് ആണ് അവരുടെ മകൾ എൻ്റെ ആരുമല്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് മീനാക്ഷി മഞ്ജുവിൻ്റെ ഇടയ്ക്കിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ നമ്മൾ ഹിഡൻ അജണ്ട ആവാം.
അവര് നീ അങ്ങനെ വരരുത്, നീ അവിടെ നിന്റെ സേഫ്റ്റിക്ക് അതാണ് നല്ലതെന്ന് ഒരു പക്ഷെ അമ്മ കണ്ണുകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അറിയാം. 15 വർഷം ആ മകളെ വളർത്തിയ അമ്മയാണ് സിനിമാ ഫീൽഡ് പോലും ഉപേക്ഷിച്ച്. അങ്ങനെ ഒരുപാട് എന്റെ ജോലി എന്റെ മകൾക്ക് വേണ്ടി ത്യാഗം ചെയ്തു. 8 വർഷം ഞാൻ ഒരു MNCയിൽ ജോലി ചെയ്ത ആളാണ് മാനേജറായിട്ട്. എന്റെ മോൾക്ക് വേണ്ടിയാണ് നല്ല ശമ്പളമുള്ള ആ ജോലി ഞാൻ വിട്ടുകളയാൻ കാര്യം എന്റെ ഫാദർ മരണപ്പെടുകയുണ്ടായി. കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തിനപ്പുറം എന്റെ ഫാദർ മരിക്കുകയുണ്ടായി. 7-ാം മാസം ഞാൻ എന്റെ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഫാദർ മരിച്ചത്. അന്നും ഈ എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയോ അവരുടെ വീട്ടുകാരോ എന്നെ വന്ന് കാണുകയോ എന്നെ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അവർക്ക് പ്രശ്നം 2.5 വർഷം എന്റെ മോളെ ജനിച്ചപ്പോൾ തൊട്ട് നോക്കാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡും അവരുടെ വീട്ടുകാരും എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് സംഭവിച്ചു, എനിക്ക് ജോലി വിടേണ്ടി വന്നു. കാരണം എൻ്റെ പപ്പ മരിച്ച് ട്രോമയിൽ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ഞാൻ 2 പേരുടെ കാര്യം നോക്കാം. ഞാൻ അവിടുന്ന് മൂത്ത കുട്ടിയാണ്. എൻ്റെ അനിയനെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാളും 2 വയസ്സിന് ഇളതേ ഉള്ളെന്ന് പറഞ്ഞാൽ അവനൊരു കുഞ്ഞുവിൻ്റെ സ്വഭാവമാണ്, അവൻ മെച്ചോർഡായിട്ടില്ല. അപ്പൊ ഞാൻ മൂത്ത കുട്ടി എന്ന നിലയിൽ ഞാൻ ആ വീടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതിൽ അന്നും ഇന്നും എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. അതിലാണ് അവിടെ പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങുന്നത്. അവിടെ എങ്ങനെയാണ് അതൊരു പ്രശ്നമുണ്ട്, അവരുടെയൊക്കെ ഒരു കോൺസെപ്റ്റാണ്. അവർ ഞാനെന്താ പറഞ്ഞത്, വളർത്തി വെച്ചിരിക്കുന്ന കോൺസെപ്റ്റാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പിന്നീട് അവളുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അവളുടെ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും പറ്റിയാൽ അന്യവരെ പോലെ അവിടെ ചെന്ന് കണ്ണീർ വാർത്തിട്ട് നമ്മൾ തിരിച്ചു പോരണം. അതെന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ രാജകുമാരിയായിട്ട് വളർത്തിയ ഒരു അച്ഛനും അമ്മയോ ഉള്ള വീടാണ്. അവർക്ക് അവരുടെ സ്ട്രിക്റ്റും ചിട്ടകളും ഒക്കെയാണ്. ഞാനിപ്പോൾ അവരുടെ സ്ട്രിക്റ്റിനനുസരിച്ചൊന്നും അല്ല വളരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിരുന്നു. നമ്മുടെ ഇഷ്ടമായിരുന്നു. അവര് നമ്മളെ നോക്കിയില്ലെങ്കിലും ഉണ്ടെങ്കിലും അവര് നമ്മുടെ അച്ഛനും അമ്മയാണ്. അപ്പൊ എന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവര് ട്രോമയിലേക്ക് വീണു പോകുമെന്ന് തോന്നിയ ഏർജിൽ നിന്ന് ഞാൻ സ്ട്രോങ് ആയി തിരിച്ചു വന്നു. അതായത് എന്റെ പപ്പ മരിച്ച ഒറ്റ പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ഞാൻ പൂർണ്ണ ഗർഭിണിയാണെന്ന് ഓർക്കണം ശില്പ എന്ന്. ഞാൻ ഓൾറെഡി ഇമോഷണലി ഡൗൺ ആണ്. പ്രഗ്നന്റ് ആയിരിക്കും, നമുക്കറിയാം ഹോർമോൺ ചേഞ്ചസ്, പിന്നെ ബോഡിയിലി വീക്കാണ്, ഫിസിക്കലി മെന്റലി വീക്ക്. ഒരാളെ എന്നെ ചേർത്ത് പിടിച്ച് നിർത്താത്ത ഒരു ഹസ്ബൻഡാണ് എനിക്ക് ദൗർഭാഗ്യവശാൽ കിട്ടിയത്. ഞാൻ അയാളെ അതിന് കുറ്റം പറയില്ല. അയാളുടെ അച്ഛനും അമ്മയും അങ്ങനെ ആയിരിക്കാം, അയാളുടെ അച്ഛനും അമ്മയും അയാൾ അങ്ങനെ ആയിരിക്കാം വളർത്തിയിട്ടുണ്ടാവുക. എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നത് എന്താണ് മരണത്തിന് എന്തിനാണ് വരുന്നത്, ഞാൻ എന്തിനാണ് മരണത്തിന്, എൻ്റെ ബന്ധുക്കളൊന്നും മരിച്ചാൽ അദ്ദേഹം വരുമായിരുന്നില്ല. അപ്പം ഞാൻ ചോദിക്കും എന്തുകൊണ്ട് വരുന്നില്ല. അപ്പം ഞാനതിന് വന്നിട്ട് അവിടെ നിന്ന് ഷോ കാണിക്കണമെന്നാണ് പുള്ളി ചോദിക്കുക. അപ്പോൾ ആ ഒരു ചിന്താഗതിയുള്ള ആ മനുഷ്യൻ എനിക്ക് അറിഞ്ഞോളൂ, അതൊരു അയാൾ വേറൊരു എൻറ്റിറ്റി ആയിരിക്കും. അദ്ദേഹത്തിന് പറ്റിയതായിരുന്നില്ല വിവാഹം എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട്. വിവാഹം ഇന്നും ഞാൻ വിവാഹത്തെ എതിർക്കുന്നത് എനിക്ക് വിവാഹം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പോൾ പ്രേക്ഷകരും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഐ ഹേറ്റ് മാരേജസ്. എന്റെ കല്യാണം കഴിഞ്ഞു തൊട്ട് എനിക്ക് വിവാഹം വെറുപ്പാണ്. അതിനു മുമ്പ് എനിക്ക് വിവാഹം വെറുപ്പല്ലായിരുന്നു. എല്ലാ പെൺകുട്ടികളെയും പോലെ അനുഭവങ്ങളാണ്. കല്യാണവും മരണവും ഈസ് ഈക്വൽ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. കാരണം മരണത്തിനാണ് ആൾക്കാർ കൂടുന്നത്. നമ്മളെ സങ്കടത്തോടെ യാത്രയാക്കുന്ന ഒരു ചടങ്ങാണ് മരണം. അതിൽ മരിച്ചു കിടക്കുന്ന ആൾ സന്തോഷിക്കുന്നു, അദ്ദേഹം വിഭൂവിൽ എല്ലാ വൃത്തികേടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം. തിരിച്ച് അതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കല്യാണം. കല്യാണത്തിനും എല്ലാവരെയും നമ്മൾ വിളിച്ച് ക്ഷണിക്കും, മറ്റത് അറിഞ്ഞു വരും, ഇത് ക്ഷണിക്കും, ആഹാരം കൊടുക്കും. അവരെല്ലാവരും സന്തോഷിക്കുമ്പോൾ ഈ കല്യാണം കഴിയപ്പെടുന്ന ആണോ പെണ്ണോ സങ്കടപ്പെടുകയാണ്. പ്രത്യേകിച്ചും അതിൽ പെൺകുട്ടിക്കാണ് കൂടുതലും. കാരണം അവളുടെ വീടെല്ലാം വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ സംഭവിക്കുന്ന അവളെ ഇന്നും നമ്മുടെ പാരൻസിന്റെ ഒരു ഫെയിലിയർ ആണ്. എൻ്റെ വീട്ടിലെ പാരൻസിന്റെ പോലും ഫെയിലിയർ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ വീട്ടിലെ പെൺകുട്ടി, കയറി വരുന്ന പെൺകുട്ടി ആരും ആയിക്കോട്ടെ, അവളെ സ്വന്തം മകളായി കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് അവള് ഇത്രയൊക്കെ ആൾക്കാരെ ഉപേക്ഷിച്ച്, അവളുടെ അച്ഛനും അമ്മയും അങ്ങനെ കാണാൻ ചിലപ്പോൾ അവർക്ക് പറ്റൂലായിരിക്കാം, പക്ഷെ ഭർത്താവിന് കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു പുരുഷന് വിവാഹം കഴിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാം ഉപേക്ഷിച്ച്, ലിറ്ററലി എല്ലാം ഉപേക്ഷിച്ച് അവൾ വേറൊരു ജീവിതത്തിലേക്ക് വരുവാണ് അസൽ. അപ്പോൾ 20, 25, 27 ഇയേഴ്സോളം ഒരു വീട്ടിൽ കഴിയുക. അത് കഴിഞ്ഞ് ഒരു ബന്ധവും, പുലബന്ധം പോലും ഇല്ലാത്ത വേറൊരു വീട്ടിൽ, അത് വെദർ ഇറ്റ് ഈസ് ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്, എന്ത് ആയാലും മറ്റു ലൈഫിലേക്ക് വരുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവളെ ചേർത്ത് പിടിക്കേണ്ട ആൾ, 2 പേർക്കും കുറവുകളുണ്ട്. 2 പേരും 2 സ്വഭാവക്കാരാണ്, 2 അച്ഛനമ്മമാരുടെ ആൾക്കാരാണ്. പക്ഷെ 2 പേരെ ഒരുമിച്ച് ചേർത്ത് നിർത്തേണ്ട ആൾക്കാർ ഹസ്ബൻഡാണ്. അങ്ങനെ പറ്റില്ലെങ്കിൽ ഒരു ചെയ്യേണ്ട ഒരു കാര്യം, 2 പേരും ഇന്നത്തെ കാലത്ത് ആരും ജോലി ഇല്ലാത്തവരല്ല, എല്ലാവർക്കും പരസ്പരം ജോലിയും എഡ്യൂക്കേഷനും ഉണ്ട്. സെപ്പറേറ്റ് ഒരു വീടെടുത്ത് മാറുക. ഇന്നത്തെ പാരൻസിനോട് എനിക്ക് തന്നെ പറയാനുള്ളൂ, വിവാഹം കഴിക്കുമ്പോൾ അവരെ ആദ്യത്തെ ദിവസം ഫസ്റ്റ് നൈറ്റ് അവരെ ഒറ്റയ്ക്ക് താമസിച്ച് ആഘോഷിക്കണം. പിന്നീട് വീക്കെൻഡ് മാത്രമായിരിക്കണം ഈ 2 വീട്ടിലേക്ക് അവർ പോകാൻ പാടുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവർ പൂരകങ്ങളാണോ. കാരണം പരസ്പരം മിണ്ടാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഭിത്തിയോട് സംസാരിക്കുമോ, എന്ത് വിഷയം ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ആ വിവാഹം പൊളിയുമെന്നെങ്കിൽ, ഇല്ലെങ്കിൽ ലൈഫ് ലോങ് അത് അടിപൊളിയായിട്ട് പോകും. വിവാഹം പരാജയപ്പെടുന്നതിൻ്റെ മെയിൻ റീസൺ പാരൻസ് ഉണ്ട്, ഈ പറഞ്ഞ വളർത്തു ദോഷമുണ്ട്, എല്ലാം ഉണ്ട്, നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ഒരാണും പെണ്ണും ചേരുന്ന ഒരു മനോഹരമായ സങ്കല്പമാണ്. അതല്ലാതെ കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല മാരേജ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല പേരൻ്റ് ആകാൻ സാധിച്ചു. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞിനെ കൊടുക്കണം. അവർ 2 ആൺമക്കളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു അനീതി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നീ പ്രസവിക്കുന്നത് പെൺകുട്ടി ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചെന്ന് പറഞ്ഞ ആ വ്യക്തി എൻ്റെ മോളെ 2.5 വർഷം തിരിഞ്ഞു നോക്കിയില്ല, കാണാൻ പോലും വന്നിട്ടില്ല. അദ്ദേഹം ഇന്നും കുറ്റപ്പെടുന്ന എൻ്റെ ഫാമിലിയാണ്. അവരെന്ത് ചെയ്തു? ആ സമയത്ത് ഞാൻ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. ദേ ആർ കൊളാപ്സ്ഡ് ഫിനാൻഷ്യലി ആൻഡ് ലിറ്ററലി, ഫിസിക്കലി, മെന്റലി ദേ ആർ കൊളാപ്സ്ഡ്. അവിടെ വേറെ ആരുമില്ല.
നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല ശില്പ വീട്ടിൽ മരണം നടക്കുമ്പോൾ, നമ്മൾ മാത്രമേ ഉണ്ടാവും. അന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ വീട്ടിലുണ്ടാവും. കുറെയൊക്കെ അവർക്ക് നമുക്ക് ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റുമായിരിക്കും. കുറെ അധികം ഇപ്പൊ 41 കഴിയുന്നവരൊക്കെ അല്ലെങ്കിൽ 16 അടിയന്തരം കഴിയുന്നവരൊക്കെ കുറെ പയ്യെ ആൾക്കാർ കൊഴിഞ്ഞു പോകും. ഒരു മാസം കൂടി ഒന്ന് എല്ലാവരും ചുറ്റിനും ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കാണ് ആ വീട്ടില്. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആൾ ആ മൊമെന്റിൽ അയാൾ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ അയാളുടെ വീട്ടിൽ ചെന്ന് നിൽക്കണോ അത്ര, അതാണ് അവരുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഫിസിക്കൽ സപ്പോർട്ടല്ല, മെന്റൽ സപ്പോർട്ടായിരുന്നു എനിക്ക് വേണ്ടത്. വിവാഹത്തിന് ലീവ് എടുക്കുന്ന പോലല്ല. മരിച്ചു കഴിഞ്ഞ് പപ്പയുടെ ശവം, എൻ്റെ പപ്പയുടെ ബോഡി താഴെ കിടക്കുമ്പോൾ എന്നോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഞാൻ എത്ര ദിവസം ലീവ് എടുക്കണം, എത്ര ദിവസം ലീവ് എടുക്കണം. ഞാൻ ഐ വാസ് ഷോക്ക്. ഞാൻ മരവിപ്പിലാണ് നിൽക്കുന്നത്. കണ്ണീര് പോലും പറ്റിപ്പോയ ഒരു മരണമായിരുന്നു എൻ്റെ ഫാദറിനെ എന്നെ സംബന്ധിച്ചിടത്തോളം. ആ മരവിപ്പിൽ നിൽക്കുന്ന ആ മനുഷ്യൻ എന്നോട് ചോദിക്കുന്നത്, അദ്ദേഹത്തെ ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല. കൊടുത്ത സ്ത്രീധന കണക്കൊക്കെ ഓർമ്മയുണ്ട്. 101 പവനും കാറും കൊടുത്ത് കെട്ടിച്ച തന്നെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയുടെ നിർബന്ധമാണ്. സ്വർണം വേണ്ട എന്ന് അവരോട് പറഞ്ഞ്, അവർ സ്വർണം വേണ്ട, ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണതിൽ തന്നെ ആയിരുന്നു. അതിൽ സംശയമൊന്നുമില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അത് വേറൊരു വിങ്ങാണ്. നമുക്ക് പിന്നീട് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കേണ്ട ഒരു സാധനം. അവിടെ സംസാരിക്കാൻ കുറേ അധികം ഉണ്ട്. പക്ഷെ ഒരു മെന്റൽ ട്രോമ 10 വർഷം, 2014 എൻ്റെ വിവാഹം കഴിഞ്ഞത്. 10 വർഷത്തെ ട്രോമയായിരുന്നു എനിക്ക് ആ ലൈഫിൽ എനിക്ക് അവർ തന്നത്. 10 വർഷത്തെ ട്രോമ. 2.5 വർഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നെങ്കിലും ഞാനൊരു നാട്ടിൻപുറത്താണ് താമസിക്കുന്നത്. എൻ്റെ പപ്പാടെ നാട് നാട്ടിൻപുറമാണ്, തണ്ണീർമുക്ക് വന്നത്. ആ നാട്ടിൻപുറത്ത് താമസിക്കുമ്പോൾ അവിടെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല അവിടെ ആൾക്കാർക്ക്. പപ്പാടെ മരണം കൊണ്ട് അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്നു എന്നാണ്. പക്ഷെ അവിടെ അതല്ലായിരുന്നു വാസ്തവം. അമ്മയുടെ ട്രോമ ഒരു 6 മാസം 7 മാസം നമ്മൾ ഒപ്പം നിൽക്കുന്നു. പക്ഷെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അപ്പോഴും പറയുന്നത്, നീ വീട്ടിലേക്ക് വാ. ഞാൻ ചോദിച്ചു, എനിക്ക് വീട്ടിലേക്ക് തന്നെ വരാൻ പറ്റില്ല, എൻ്റെ അമ്മ വിട്ട് വരാൻ പറ്റില്ല. എൻ്റെ പ്രസവ സമയത്ത് എൻ്റെ വീട്ടുകാർ പൈസ മുടക്കിയിട്ടാണ് എൻ്റെ പ്രസവം എടുക്കുന്നത്. അവിടെ അദ്ദേഹം വന്നിരുന്നു എന്നുള്ള സത്യമാണ്. കുഞ്ഞിനെ കാണാനും ഒക്കെ ഹോസ്പിറ്റലിൽ വന്നിരുന്നത്. അതുകൊണ്ടാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഞാൻ ദുരനുഭവം അനുഭവിക്കേണ്ടി വന്നത്. ഇയാളുടെ നിർബന്ധത്തിനാണ് അവിടെ പോയി ഞാൻ പ്രസവിക്കേണ്ടി വന്നത്. ഹസ്ബൻഡ് പറയാൻ, നിന്നെ വേറെ നല്ല ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മ അവിടെ ഹെൽപ്ലെസ് ആണ്. അവരുടെ ഹസ്ബൻഡ് മരിച്ചു. അനിയൻ നാട്ടിലേക്ക് വേറൊരു ജോലിക്ക് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല. അപ്പോൾ പറയാണ്, അമ്മ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വിഷമിക്കേണ്ട, അവളെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറയാൻ ഒരു മനസ്സ് പോലും അയാൾക്കുണ്ടായിരുന്നില്ല. ആക്ച്വലി നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകളിലാണ് നമ്മൾ ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് പലരുടെയും, അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ആവണമെന്നില്ല, ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ട്. ആ ഒരു പോയിന്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിനൊരു ആ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു അർത്ഥമില്ലാത്തൊരവസ്ഥയിലേക്ക് അതെ അതൊരു കറ്റാസ്ട്രോഫിയായി മാറുകയായിരുന്നു. പിന്നീട് ഞാൻ 2.5 വർഷങ്ങൾക്ക് ശേഷം മെയിൻ്റനൻസിന് കേസ് കൊടുക്കായിരുന്നു പോലീസ്. എൻ്റെ മോളെ നോക്കാൻ ഒരു എന്താ പറയുക, അവൾക്കൊരു സ്നഗ്ഗി പോലും വാങ്ങിക്കാൻ അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2.5 വർഷം എന്തിൻ്റെ വാശിപ്പുറത്താണെന്ന് എനിക്ക് അപ്പോഴും ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്ത് വാശി എടുത്തോട്ടെ, എൻ്റെ മൈൻഡ് സെറ്റ് എന്താണ്? എൻ്റെ പപ്പ മരിച്ചു കിടക്കുന്നതാണ്, ഞാനൊരു ഗർഭിണിയാണ്, പോസ്റ്റ്മോർട്ടം സിൻഡ്രോമിലേക്ക് ഞാൻ വീണു. പിന്നീട് സീരിയസ്ലി എനിക്കത് അറിയില്ല. പിന്നീട് ഞാൻ അതിൽ നിന്ന് മോചിതയായതിനു ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ പോസ്റ്റ്മോർട്ടം. എനിക്ക് എൻ്റെ മോളോടുള്ള ഇതാണോ ഗർഭം, ഇതായിരുന്നോ പ്രസവം? എല്ലാവരും പറയും ഒരു അമ്മയാകാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴും ഞാനൊരു മരവിപ്പിലായിരുന്നു ഒരു വർഷക്കാലം. എൻ്റെ മോളെ ശരിക്കും ഹൃദയം തുറന്ന് ഞാൻ സ്നേഹിക്കുന്ന പോലെ എനിക്കൊന്ന് ഒരു 1.5 വർഷത്തിന് ശേഷമാണ്. അതുവരെ ഞാനൊരു മരവിപ്പ്, ഞാൻ അമ്മയാണോ എനിക്കറിയില്ല. ആ പോസ്റ്റ്മോർട്ടം സിൻഡ്രോമിലേക്ക് അതിൻ്റെ കാരണക്കാരനായ ഹസ്ബൻഡാണ്. എന്നെ ഡിവാസ്റ്റേറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി, എൻ്റെ ഫാമിലി തന്നെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് ഞാനെന്ന് വിശ്വസിക്കുന്നത്. മിക്കതിലൊന്നും ഞാൻ അങ്ങനെ വീഴത്തില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ പപ്പ മരിച്ചപ്പോൾ ഞാൻ വീഴാതെ സ്ട്രോങ് ആയിട്ട് അവിടെ പിടിച്ചു നിന്നത്. എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൽ നിന്ന് നോക്കിയുള്ളതാണ് ഞാൻ. ബട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മായച്ചൻ മരിച്ചത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ബട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാമായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യാം, മെന്റലി സപ്പോർട്ട് ചെയ്യാം. അയാൾക്കത് ഫിസിക്കലി എന്നോട് പറയാം, എനിക്ക് ഫിനാൻഷ്യലി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലടി, പക്ഷേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള അത്രയും നീ എൻ്റെ വീട്ടിൽ നിന്നൊരു വാക്ക് അയാൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ ഷാറ്റേഡായി പോകുമായിരുന്നില്ല. അതെല്ലാം ക്ഷമിച്ചു. കോടതി പിന്നെ കേസ് വന്നു. കോടതി അയാളെ കളിയാക്കി. കുഞ്ഞിനെ എന്തുകൊണ്ട് നീ ഭാര്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കുഞ്ഞിനെ എന്തുകൊണ്ട് നീ നോക്കുന്നില്ല എന്ന് പറഞ്ഞതിന് സ്നഗ്ഗി മേടിക്കാൻ 1000 രൂപ എടുത്തപ്പം പുച്ഛിച്ചു ജഡ്ജ്. എനിക്ക് നാണമില്ലണമെന്ന് ചോദിച്ചു. അത്യാവശ്യം ജോബ് ഉണ്ടായിരുന്ന മനുഷ്യനാണ്, നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. കോൺട്രാക്ട് ബേസിൽ അവിടുത്തെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തി. പേര് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. അങ്ങനെ ഞാൻ അവിടെ കേസ് കൊടുക്കുന്നു, മെയിൻ്റനൻസിന് കേസ് കൊടുക്കുന്നു, ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗാർഹിക പീഡനമൊന്നും വക്കീൽ എഴുതി വെച്ചെന്നേ ഉള്ളൂ. അതിലൊന്നും അവർക്ക് വേണ്ടി ശിക്ഷയൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. സത്യത്തിൽ അത് വേണ്ടതായിരുന്നു. പിന്നീട് ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ എൻ്റെ വക്കീൽ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പിരിയേണ്ട ആവശ്യമില്ല ശാരിക, നിങ്ങൾ ഒരുമിക്കാൻ നോക്കുന്ന എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു, എൻ്റെ വക്കീലെ താങ്കൾക്ക് അറിയില്ല എൻ്റെ മാനസികാവസ്ഥ, അയാൾ വേറൊരു മനുഷ്യനാണ്, നിങ്ങൾ കാണുന്ന ആളല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എനിവേ അത് ഞാൻ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ ഇയാൾ പറയുന്നത്, നീ തിരിച്ചു ചെല്ലണം, ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ മാത്രമേ ഇവളെ നോക്കത്തുള്ള നിർബന്ധമായിരുന്നു അയാൾക്ക്. വേറെ അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ പപ്പ മരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അതെന്താണ് അയാളുടെ മാനസികാവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ തിരിച്ചു അപ്പോഴും കോടതി ജഡ്ജ് അയാൾ ചോദിച്ചു, എടോ അയാൾ തൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും എന്ന് കരുതി അവർ തൻ്റെ ഭാര്യ ഇല്ലാതാണോ, തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാതിരിക്കും, തനിക്ക് എന്താ അവരുടെ വീട്ടിൽ നിന്ന് അവരെ കണ്ടാൽ എന്താ പ്രശ്നം എന്ന് കോടതി എൻ്റെ മുമ്പിൽ വെച്ചാണ് അവരോട് ചോദിച്ചത്. അയാൾക്ക് മറുപടിയില്ല അയാൾക്കൊന്നും.
എനിവേ ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങളാണല്ലോ, ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാനും കുഞ്ഞിനെ നോക്കാനും കഴിയാത്ത എല്ലാ ആണുങ്ങൾക്കും പറയാനുള്ള മുട്ടാപ്പോക്കായിരിക്കാം അതെന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയുന്നു. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, അറിയില്ല. തിരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങളുടെ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെക്കും എൻ്റെ മോൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, ബസ് ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറച്ച് അത് ക്രിട്ടിക്കലായിരുന്നു. അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്, ഇയാളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ 2018 എൻ്റെ ഓർമ്മ. തിരിച്ചു ചെല്ലുന്നു, അവിടെ ചെന്നു പിന്നെയും ഇയാൾക്ക് എൻ്റെ വീട്ടുകാർ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ പേരിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല. എനിവേ കള്ളു കുടിക്കരുതെന്ന് മാത്രമാണ് ഞാനോട് ആവശ്യപ്പെടുന്നത്. ഇയാൾ എവിടെ പോയാലും ഞാൻ തിരക്കാത്തൊരു ഭാര്യ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഭാഷയിലോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ നീ അഴിച്ചു വിട്ടിരി അവനെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു അയാളുടെ വൈഫ് ഒരു പാർട്ട്ണറാണ്, ഞാൻ അയാൾ എൻ്റെ മകനല്ല. എൻ്റെ മകനെ ഒരു പ്രായപരിധിയിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, നീ എവിടെ പോയി, ഒരു പ്രായം കഴിഞ്ഞ് എനിക്ക് അതും ചോദിക്കാൻ റൈറ്റ് ഇല്ല. അതുകൊണ്ട് അയാൾ പോകുന്നിടത്ത് പൊയ്ക്കോട്ടെ, അയാൾ ഒരു എൻറ്റിറ്റി അല്ലേ, അയാൾക്ക് ഇഷ്ടമുള്ളത് പോട്ടെ, അയാൾ ഇഷ്ടമുള്ള ഫ്രണ്ട്സ്, അയാൾക്ക് എന്താണോ സന്തോഷം അത് അയാൾ എൻജോയ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. തിരിച്ചും ഞാനത് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആദ്യകാലങ്ങളിൽ 12, 1 മണി, 2 മണി, 3 മണിക്കൊക്കെയാണ് വീട്ടിൽ വന്ന് കയറിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഭാര്യയ്ക്കാണ് കുറ്റം. ഭാര്യ പറഞ്ഞു വിട്ടൊരു സ്ഥലത്തല്ല അയാൾ പോയിട്ട് താമസിച്ചു വരുന്നത്. അയാളുടെ സുഹൃത്തുക്കളുമായിട്ട് അർമാദിക്കാൻ പോയിട്ടുണ്ടാവും, അതാണ് എൻ്റെ പേര്. ഞാൻ എന്താണെന്ന് ഒരു സംശയരോഗിയായ ഒരു ഭാര്യയായിരുന്നില്ല ഞാൻ അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാറില്ലായിരുന്നു. ഇതുപോലെ ഒറ്റ റിമാൻഡ് മാത്രമേ ഞാൻ അയാളോട് വെച്ചിരുന്നുള്ളൂ, നിങ്ങൾ കള്ളു കുടിച്ചോളൂ, പക്ഷേ എൻ്റെ മുമ്പിലോ എൻ്റെ മോളുടെ മുമ്പിലോ റൂമിൽ വന്ന് ബഹളം ഉണ്ടാക്കി കള്ളു കുടിക്കരുത്, സിഗരറ്റും വലിക്കരുതെന്ന് മാത്രം. അയാൾ സെപ്പറേറ്റ് പോയി ചെയ്തോട്ടെ, അയാളുടെ പേഴ്സണൽ കാര്യത്തിലോട്ടോ ഞാനൊരാളല്ല, അയാൾക്ക് അയാളുടെ റൈറ്റ് ഉണ്ട്. ഇതുപോലൊരു രാത്രി അയാൾ കള്ളു കുടിച്ച് വന്ന് എന്നെ ഉപദ്രവിച്ചു. ഞാൻ കഥ കടച്ചിട്ടു, മോളകത്തുണ്ടായിരുന്നു. ഞാൻ കഥ അടച്ചിട്ട് കഥ കേട്ട് ഇയാൾ വല്ലാതെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ അമ്മ ജനലിൻ്റെ ഇടയിൽ കൂടെ ഓടി വന്നിട്ട് നീ കഥ തുറക്ക്, നീ എന്താ കാണിക്കുക. അപ്പോഴും ഇവരെന്തിനാ പാനിക്കാതെ, പക്ഷേ ഞാൻ കള്ളു കുടിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടിരിക്കുന്ന തമാശ പറയുകയും ചിരിക്കുകയും കളിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന മധുപാനീയക്കാരായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. NRIs ഒക്കെ ആയതുകൊണ്ട് തന്നെ അവര് അങ്ങനെ സന്തോഷിക്കുന്ന ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു ടെററായിട്ടുള്ള ഒരു കള്ളുകുടിയുടെ സ്നേഹം കൂടുന്ന ആൾക്കാരെ ആയിരുന്നു എൻ്റെ ഫാമിലി ഉണ്ടായത്. പക്ഷെ കള്ളുകുടിച്ചാൽ ടെററാവുമെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇയാളിലൂടെയാണ്. അയാൾ എന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് എന്നെ ഭിത്തിയോട് ചേർത്ത് പൊക്കി പിടിച്ചു. ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ മുന്നിൽ വെച്ചിട്ട്, മോളുടെ കുഞ്ഞല്ലേ, അവൾക്ക് അന്ന് 2.5 വയസ്സേ ഉള്ളൂ, അവളോട് ഇരുന്ന് കളിക്കുകയാണ്, അവൾ കരയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അയാൾ എന്നെ പൊക്കി പിടിച്ച് ഇങ്ങനെ കുത്തിപ്പിടിച്ചപ്പോൾ ഞാൻ അയാളെ ഇങ്ങനെ മാന്തി, എന്നുവെച്ചാൽ എനിക്ക് ശ്വാസം കിട്ടാത്ത ലെവലിലേക്ക് എത്തി കാര്യങ്ങൾ. അപ്പൊ ഞാൻ കാറി, ദൈവം ഓടി വന്നെ രക്ഷിക്കണം എന്ന് എനിക്ക് സൗണ്ട് ഇല്ല എങ്കിലും കാറി. അപ്പൊ താഴെ നിർത്തി അയാൾ എന്നെ. അപ്പോൾ ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ ഓടി വന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്നെ, അപ്പൊ നമ്മൾ ആ ശൗര്യത്തിൽ പറയുമല്ലോ, എന്നെ കൊന്നാൽ മറ്റേ അയാൾ പറയുന്ന പോലെ തല്ലിയോ കൊന്നിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വന്ന് നിന്നെ കൊല്ലുന്നുള്ള ഡയലോഗ്. ധൈര്യത്തിനും നമുക്ക് അപ്പോൾ കുറവൊന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ ഡയലോഗൊക്കെ ഇറക്കി. ആ വേദന എനിക്ക് മാസങ്ങളോളം ഉണ്ടായിരുന്നു ലൈഫിൽ. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് എൻ്റെ ബ്രദറൊന്നും ഇയാളോടൊന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസം പിന്നെ ഇയാൾ വേറൊരാളാണ്, നല്ലവനായിട്ടുള്ള മാപ്പ് പറയുന്നു. എന്നെ ചെതയിൽ വെച്ചാൽ പോലും ഈ കുറ്റം ഒരിക്കലും എനിക്ക് മാപ്പ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര നാടക ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം. അത് കഴിഞ്ഞ് പിന്നെയും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇയാൾ അധികം നമ്മളോട് സംസാരിക്കത്തില്ല. കുറേ കാലങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കില്ല, എനിക്കന്ന് ജോലിയില്ല, ഇവൾക്ക് വേണ്ടി ജോലി ഉപേക്ഷിക്കുന്ന 10 പൈസ നമുക്ക് ചിലവിന് തരത്തില്ല. എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും ഞാൻ പണിയെടുത്ത് മേടിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് ചോദിക്കേണ്ട അവസ്ഥ. മോളുടെ കാര്യത്തിലും ഇയാൾ തരത്തില്ല, ചോദിക്കണം. പിന്നെ മോളെ സ്കൂളിൽ ചേർത്തപ്പോൾ ആകെ ഇയാൾ തരുന്ന കുഞ്ഞിൻ്റെ ബസ് ഫീസുകളും കുഞ്ഞിനുള്ള സ്കൂൾ ഫീസില്ല, അവൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തിനും ആകെ അയാൾ ഡ്രസ്സ് എനിക്ക് എടുത്ത് തരുന്നത് ഓണത്തിന് മാത്രമാണ്, അതിനും കണക്കാം, ഓണത്തിന് മാത്രമാണ് അയാൾക്ക് ഡ്രസ്സ് എടുത്തത്. അതെന്ന് എനിക്ക് ജോലിയില്ല, ഞാൻ എൻ്റെ ഈ ചാനൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ല, അത് വലിയ ഇൻകം ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് അന്ന് ആ സമയത്ത് കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ളതുകൊണ്ട് അവരുണ്ടായിട്ടല്ല, എങ്കിലും എന്തെങ്കിലും പോക്കറ്റ് മണി എൻ്റെ അമ്മ എനിക്ക് തരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികളൊക്കെ എനിക്ക് കിട്ടും, അതല്ലാതെ എനിക്ക് വേറെ വളരെ ഞെരുങ്ങിയാണ് ഞാൻ ജീവിച്ചിരുന്നത്. അവിടെ ഭക്ഷണമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അവിടെ ഉണ്ടാവും, അവരുടെ സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവും, വേണമെങ്കിൽ എടുത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, ദാറ്റ്സ് ഓൾ. പ്രത്യേകിച്ച് കാര്യമൊന്നും തിരക്കാത്തൊരു ഹസ്ബൻഡ്. കിടപ്പറകളിൽ സാധാരണ ആണുങ്ങൾക്ക് കിടപ്പറകളിലൊരു താല്പര്യം കാണിക്കും, പുള്ളിക്ക് അതും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ സംശയിച്ചു ഇയാൾ ഗേ ആണോ എന്ന്, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. സാധാരണ പറയുമല്ലോ, നീ അവനെ കിടപ്പറയിലിട്ട് നീ സോപ്പിട്ടെടുക്ക്, പുറത്തെന്തായാലും തലയണ മന്ത്രം ചെയ്യാൻ. അതിനുള്ള ശ്രമങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും സുന്ദരിയും സുമുഖിയുമായിട്ടുള്ള ഒരു വൈഫിനെ അയാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെല്ലാൻ, ഞാനൊരു മറ്റേ എൻ്റെ പ്രൊഫഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെന്നിട്ടില്ല. പ്രൊഫഷൻ ആയിരുന്നെങ്കിൽ ഞാൻ അയാളുടെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരണമെങ്കിൽ നിങ്ങൾ 10,000 രൂപ വയ്ക്കാം, കാരണം ഞാനൊരു പ്രൊഫഷണലല്ല, ഞാൻ നിങ്ങളുടെ വൈഫാണ്. അയാളെപ്പോലെ തന്നെ ഫിസിക്കൽ നീഡ്സ് എനിക്കുണ്ട്. എൻ്റെ ഫിസിക്കൽ നീഡ്സ് പോലും നിഷേധിച്ചൊരു മനുഷ്യനാണ് അയാൾ. അയാൾക്ക് തോന്നുമ്പോൾ മാത്രമേ ഉള്ളൂ വരും, അങ്ങനത്തെ ഒരു നിലപാടുകാരൻ. അപ്പം ഞാൻ തോന്നാറുണ്ട്, ഇത്ര എന്തിനായിരുന്നു എനിക്ക് ദൈവം സൗന്ദര്യം തന്നെ, എന്തിനാ ദൈവമേ എനിക്ക് ഇത്ര സൗന്ദര്യം തന്നെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്നെ അയാളെയും കൂടെ കണ്ടാൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ലവ് മാരേജ് ആണോ, അങ്ങനെ ഇരുന്നാൽ ഞങ്ങൾ മെയ്ഡ് ഫോർ ഈച്ചർ കപ്പിളൊന്നും അല്ല, കളിയാക്കിയിട്ടുണ്ട് പല. പക്ഷെ ഞാൻ നിറത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിശ്വസിക്കാത്ത ആളാണ്. നിറം കുറഞ്ഞ ആളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കറ്റാസ്ട്രോഫിയായി മാറുകയായിരുന്നു പിന്നീട് ആ ലൈഫ്. പിന്നീട് ഇയാളുടെ ദൈവം നമ്മുടെ കൂടെ എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങൾ കുഞ്ഞിനെ ഇയാൾ ശ്രദ്ധിക്കാതായി തുടങ്ങി. പിന്നീട്
പിന്നെ ഇയാൾക്ക് എപ്പോഴും ഓഫീസ്, കുഞ്ഞിന് വയ്യാതെ വന്നാൽ പോലും ഞാൻ കൊണ്ടുപോകേണ്ട അവസ്ഥ, അവളുടെ കണ്ണിന്റെ ചികിത്സയ്ക്കായാലും അല്ലാത്ത ചികിത്സയ്ക്കായാലും ഒക്കെ ഇയാള് പിന്നെ പറയുന്നത് നീ കൊണ്ടുപോയി, എനിക്ക് സമയമില്ല, ഓഫീസ് വിട്ടുള്ള ഒരു പണിയില്ല, ഓഫീസ് 9 to 5 ആണ് ഇയാളുടെ ഓഫീസ്. ഭയങ്കര വർക്ക് ഹോളിക് എന്ന് പറയാൻ അല്ലടോ, പിന്നീട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം 9 to 5 ആണ് ഇയാളുടെ ഓഫീസ്. നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിലാണ് അയാൾ വർക്ക് ചെയ്തത്, ആരോഗ്യ DMO ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ സമയം എത്ര, 5 മണിക്ക് ഓഫീസ് കഴിയുന്നത്, ഇയാൾ വീട്ടിൽ വരുന്ന സമയം 8:30 മണിയാണ് രാത്രി. അയാൾ എത്ര, അപ്പോഴും ഞാൻ തിരക്കുന്നില്ല. അപ്പോഴും എൻ്റെ അമ്മയൊക്കെ ചോദിക്കും നീ ചോദിക്കാറില്ല. ഞാനെന്തിനാ ചോദിക്കുന്നത്, അയാൾക്ക് വീട്ടിൽ അയാളുടെ മോളോടൊന്നും സംസാരിക്കാറില്ല പ്രോപ്പറായിട്ട്. അതിനെ മാത്രമായിട്ട് എത്രയോ അച്ഛന്മാരുണ്ട്, മകളെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ജോലി കയ്യിലിരിക്കുമ്പോൾ വൈകുന്നേരം സമയം ഇഷ്ടം പോലെ, തൊട്ടടുത്താണ് ഓഫീസ്, 2.5 കിലോമീറ്റർ അപ്പുറം. അല്ലാതെ ബസ്സിലോ ട്രെയിനിലോ പോകേണ്ട ജോലിയല്ല പുള്ളിക്ക്. വന്നാൽ കുഞ്ഞുമായിട്ട് എവിടേക്കോ കറങ്ങാൻ പോയില്ല. അയാൾ ഫുൾ ടൈം ഫോണുമായിട്ടിരിക്കും. ബാത്റൂമിൽ വരെ ഫോണുമായിട്ട് പോകാൻ തുടങ്ങി. പിന്നീട് മുകളിലത്തെ നിലയുണ്ട്, അയാളുടെ ബ്രദർ താമസിക്കുന്ന മുകളിലത്തെ നിലയാണ്. ആ മുകളിലത്തെ നിലയിൽ ഞാൻ ഈ ട്രോമയിലൂടെ കടന്നു അപ്പോഴൊക്കെ നമ്മൾ റിവ്യൂ, മറ്റേ ഇന്റർവ്യൂ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ വീണ് പോകാതിരിക്കാൻ ഇതെല്ലാം ശ്രമിക്കുന്നത്. നമ്മളെ ഒരു മെന്റൽ സപ്പോർട്ടും ഫിനാൻഷ്യലോ മെന്റലോ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും ഒരു ഭാഗത്തോടെ നടപ്പുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയാൻ ഈ വീഡിയോ കൊണ്ട് തീരില്ല. സോ പുള്ളി അവിടെ ചെല്ലുന്നു, പുള്ളി മേളിലിരുന്ന് മണിക്കൂറോളം, രാത്രി ഞാനും കുഞ്ഞും ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ പല രാത്രികളിലും പുള്ളി റൂമിലേക്ക് വരുന്നത്. ഞാനൊന്ന് ആലോചിക്കണം, കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് 2-2.5 വർഷമായിട്ട് പുള്ളി അത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ പിരിയുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വരില്ല. അങ്ങനെ ഇരിക്കെ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുവാണ് മോളിരുന്നത്? അത് ഞങ്ങൾ ബിസിനസ്, ഇവരൊരു കട തുടങ്ങി, വിൽമ ഡിസ്ട്രിബ്യൂഷൻ എന്തോന്ന് പറഞ്ഞ കട. അപ്പൊ അനിയനാണോ തുടങ്ങിയിരിക്കുന്നത്, പുള്ളിക്ക് എപ്പോഴും ജോലിയുണ്ട്. അപ്പൊ പുള്ളി അതിന്റെ ഡിസ്കഷനിലാണെന്നാണ് പറയുന്നത്, ഞങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഡിസ്കഷനിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അനിയൻ ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നു, ചേട്ടത്തമ്മേ ഞാനുമായിട്ട് അയാൾ അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷേ ഫോണിലാണ് എപ്പോഴും, അല്ലാതെ ഞാനുമായിട്ടൊന്നും ഡിസ്കഷൻ ചെയ്യാറില്ലെന്ന് ഒരിക്കൽ മാത്രം അവൻ എന്നോട് പറഞ്ഞു. പിന്നെ ഒരിക്കലും അവനതിനോട് പറഞ്ഞിട്ടില്ല. അവന്റെ ചേട്ടനെ അവനൊരിക്കലും ഒറ്റാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ ദൈവവും വൈദ്യന് ശിശുവും രോഗി ഏൽപ്പിച്ചും പാലെന്ന് പറഞ്ഞ പോലെ ഇയാളുടെ ഓഫീസിൽ നിന്ന് ഇയാൾ കുറെ സാധന സാമഗ്രികൾ അടിച്ചു മാറ്റി സ്വന്തം കടയിലേക്ക് കൊണ്ടുവരുന്നു. കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട്, മറ്റേ അണ്ടാവും പാത്രങ്ങളും പൊറോട്ട അടിക്കുന്ന സാധനങ്ങളും ഒക്കെ ആയിട്ട് കുറെ, ഏതാണ്ട് 1-2 ലക്ഷം രൂപ വിലയുള്ള സാധനങ്ങൾ എന്തുകൊണ്ട് ചുമന്നുകൊണ്ട് പിന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടിടുന്നുണ്ട്. അത് ഞാൻ അറിയുന്നില്ല. പത്രങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതി, ഞാൻ കൃത്യമായ ഡേറ്റ് ഓർക്കുന്ന കാര്യം, 25-ാം തീയതി ഡിസംബർ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു രാത്രി ഇയാൾ ഇതുപോലെ കള്ളുകൂടി ചാടിയാടി വരുന്നു. എന്നെയും കുഞ്ഞിനെയും ചെറുപ്പ് കാണിക്കാൻ, ആലപ്പുഴയിലെ ചെറുപ്പ് കാണിക്കാൻ കൊണ്ട് പറഞ്ഞ ഒരു വൈകുന്നേരം ഇയാൾ ആടി വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് ഇയാൾ എന്തൊരു ദുഷ്ടനാണ് ഇയാളെന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ ഈ വിഷയമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇയാൾ ചിരിക്കുകയാണ് അവിടെ നിന്ന്, വാതിക്ക് ഇങ്ങനെ ആടി നിന്ന് ചിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലാണ് നല്ല കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും മിണ്ടാൻ പോകില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ സാധനങ്ങൾ പാക്ക് ചെയ്ത്, എൻ്റെ അമ്മയൊക്കെ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, സാധനങ്ങൾ പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി പോവാണ് ആ വീട്ടിൽ നിന്ന്. കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങി പോകുന്നു. ഇയാൾ പുറകെ വരുന്നുണ്ട്, മാപ്പൊക്കെ പറഞ്ഞ് ഇത് സംഭവിച്ചു പോയി. അപ്പോഴും ഞാൻ അറിയുന്നില്ല ഇയാൾ ഇത്രയും വലിയൊരു ചെറ്റത്തരം കാണിച്ചിട്ടാണ് ഇയാൾ ഈ കാണിക്കുന്നത്. പിറ്റേന്ന് പത്രങ്ങൾ വരാൻ തുടങ്ങി. അവിടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആശാ കോർഡിനേറ്ററായിട്ടുള്ള ഒരാളും അദ്ദേഹത്തിന്റെ സഹോദരനും കൂടെ ചേർന്ന് അവിടുന്ന് കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയെന്നും പറഞ്ഞു DMO പരാതി കൊടുത്തു പോലീസിന്. അത് പോലീസ് കേസായി, പത്രങ്ങളിൽ വാർത്ത വരാൻ തുടങ്ങി. അങ്ങനെ അവർ ഒളിവിപ്പോയി. 40 ദിവസം ഒളിവില്ല. 40 ദിവസം എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ടില്ല ശില്പ. ബിക്കോസ് അവളോട് സ്കൂളിൽ വരെ പോലീസ് അന്വേഷിച്ച് ചെല്ലുമെന്നൊരു കിംവദന്തി അവിടെ പടരുന്നുണ്ടായിരുന്നു. പേടിച്ചിട്ട് ഞാൻ അയാളെ ഫോൺ ചെയ്യത്തില്ല. കാരണം അപ്പോഴും ഞാൻ അയാളുടെ ഒപ്പം നിന്നു. അയാൾക്കൊരു തകർച്ച വന്നപ്പോൾ ഞാൻ അയാളെ ഉപേക്ഷിച്ച് പോയില്ല. അപ്പോഴും അയാളുടെ കസിൻസ് വരെ എന്നോട് ചോദിച്ചു, ശാരി ചേച്ചിക്ക് ചേട്ടത്തമ്മയ്ക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു, ഇപ്പോഴല്ലേ ചേട്ടത്തമ്മ ശരിക്കും ഉപേക്ഷിക്കുവാൻ അവസരം? ഞാൻ പറഞ്ഞില്ല, അയാൾ ഇനിയെങ്കിലും നന്നാവും, എന്റെ പ്രതീക്ഷയാണ്, ഇനിയെങ്കിലും നന്നാവും. പക്ഷെ ആ 40 ദിവസം അയാൾ എന്നെ വിളിച്ചിരുന്ന ഏതോ ഫോണിൽ നിന്ന് അയാൾ എന്നെ 1 മിനിറ്റ് സംസാരിക്കും, 1 മിനിറ്റ്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ കിട്ടി. വേറൊന്നും കൊണ്ടല്ല, ട്രേസ് ചെയ്യുമെന്ന് പറയുന്നു. അച്ഛനെ അമ്മയൊക്കെ പോലീസിൽ വിളിപ്പിച്ചായിരുന്നു. അപ്പോൾ ഭാര്യ എന്തായാലും വിളിക്കുമല്ലോ. ജാമ്യം പലവട്ടം നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ഫെബ്രുവരി ലാസ്റ്റ് കാണാൻ അയാൾക്ക് ജാമ്യം കിട്ടുന്നു. അങ്ങനെ അയാൾ വരുന്നു. പിന്നീട് മാർച്ചിലോടുകൂടി പിന്നെ അധികം സംസാരങ്ങളില്ല. പിന്നെ ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കും. ഇയാൾ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഓഫീസിൽ നിന്ന് റിലീവിംഗ് ലെറ്റർ വന്നു, റിലീവിംഗ് അല്ല, ഡിസ്മിസൽ ഓർഡർ വന്നു. അതും കഴിഞ്ഞൊരു അവധി, കഴിഞ്ഞ വർഷം 2024 അവധിക്ക്, വലിയ അവധിക്ക്, മാർച്ചിലെ എക്സാം കഴിഞ്ഞ് മോളെയും കൂട്ടി ഞാനെൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത്, വീട്ടിലേക്ക് പോരുന്ന തൊട്ട് മുമ്പ് ഇയാളുടെ ഒരു ഫോൺ എനിക്ക് കിട്ടുന്നു. ഇയാളും ആ ഫോണിൽ യാദൃശികമായിട്ട് ഇയാളും ഇയാളുടെ അവിഹിത ബന്ധത്തിലുള്ള ഓഫീസിലുള്ള ഒരു പെണ്ണുമ്പിള്ള അവരുമായിട്ടുള്ള ഒരു സംഭാഷണം ഞാൻ കേൾക്കുന്നുണ്ട്. 3 മണിക്കൂർ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഭാഷണമാണ് ഞാൻ കേൾക്കുന്നത്. അതിനെ തകർത്ത് കളഞ്ഞു. പൂർണ്ണമായിട്ട് കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. എന്നിട്ട് മണ്ടിയായ ഞാൻ അയാളുടെ പറഞ്ഞു. ഞാനിത് കേട്ടെന്ന് അറിഞ്ഞത് തന്നെ ഞാൻ ഫോണൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് ആ ഓഫീസിൽ വന്ന് ആ ഫോണിലെ സകല ഡാറ്റകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇന്നത്തെ കാലത്ത് അയാളൊരു മണ്ടനാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഡിലീറ്റ് ചെയ്താലും സൈബർ ക്രൈമിനുള്ള ആൾക്കാർക്ക് അത് പൊക്കിയെടുക്കാം. അല്ലെങ്കിൽ അയാൾ സംസാരിച്ച അയാളുടെ നമ്പറിൽ നമ്മൾ പരാതി റിട്ടേൺ ലെറ്റർ കൊടുത്താൽ മതി, ട്രേസ് ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്തു.
അങ്ങനെയൊക്കെ ചെയ്യും എന്ന് അത് എനിക്ക് ബോധ്യപ്പെട്ടു. ഇയാൾക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടെന്ന് അതോടുകൂടി എനിക്ക് ബോധ്യമായി. അതിനു മുമ്പും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഓഫീസിലൊരു സ്ത്രീയുമായിട്ട് ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ശാരീരികമൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ, ഇങ്ങനെയൊന്നും പറയാത്ത സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ കാര്യമാക്കിയില്ല. അയാൾ ഏതെങ്കിലും സുഹൃത്തുക്കളായിരിക്കും, അയാൾ നടക്കട്ടെ. നമ്മളെ ഇങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇങ്ങനെ കുറെ ഗ്രീഡി ആയിട്ടുള്ള ആളാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ അവിഹിതത്തിന് പോകുന്നൊരു സ്വപ്നയെ നേബി ഞാൻ വിചാരിച്ചിരുന്നില്ല അയാളെക്കുറിച്ച്. അയാളുടെ മകളെക്കുറിച്ച് അയാൾ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ മകളോടുള്ള സ്നേഹം, അവളോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വന്നപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി ഇയാൾ നോർമൽ രീതിയിലല്ല പോകുന്നത്. ഇയാൾക്ക് കാര്യമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇയാളെ നമുക്കിനി വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ആ ലെവലിലേക്ക് എത്തി കാര്യങ്ങൾ. അങ്ങനെയാണ് പിന്നീട് ഞാൻ ഈ ഫോൺ കോൾ ട്രേസ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ബ്രദർ തന്നെ ഇയാളും ഇയാളുടെ കാമുകിയുമായിട്ടുള്ള ലീലകൾ ഒരു കഫറ്റേരിയയിൽ നിന്നുള്ള കാണുന്നു. ഒരു രാത്രി ഒരു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണുന്നു. എൻ്റെ ബ്രദറിനെ കണ്ടുകൊണ്ട് ഇയാൾ ഓടിക്കളയുവാണ്. രണ്ടുപേരും പരസ്പരം കണ്ടു. അപ്പോൾ പുറകെ ഈ അയാളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ പെണ്ണും ഒരു സ്ത്രീ അവരും ഉണ്ട്. അവർ 2 പെൺമക്കളുള്ളതാണ്, അവരും ഉണ്ട്. അങ്ങനെ ഞാൻ കൺഫേം ചെയ്യുന്നു സാധനം. അപ്പോഴും ഞാൻ ഇയാളോട് പിന്നെ സാധാരണ എന്തിനും പൊട്ടിത്തെറിക്കുന്ന താൻ ചോദിച്ചില്ല അതെങ്ങനെ ഞാൻ അതിജീവിച്ചു. ഞാൻ സൈലൻസിലൂടെയാണ് അതിജീവിച്ച ശില്പ. ഇത് ഞാൻ പ്രതികരിക്കാൻ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ കാണുന്ന ശാരി അങ്ങനെയല്ല. പക്ഷെ ഇയാളെ നമുക്ക് പ്രതികരിക്കാതെ ഞാൻ സൈലൻസിൽ, ഇയാളുടെ മാത്രം ഞാൻ സൈലൻസ് കീപ്പ് ചെയ്തു. ഒറ്റ പ്രാവശ്യം മാത്രം അയാളുടെ കോള് ഞാൻ എടുത്തു. ഈ 8 മാസങ്ങൾക്ക് ഇപ്പുറം അയാൾ കുറ്റം സമ്മതിച്ചു. നീ ഉദ്ദേശിക്കുന്ന അത്രയും ആഴങ്ങൾ ആ ബന്ധത്തിന് ഉണ്ടായിരുന്നില്ലെന്നാണ് അയാൾ എന്നോടൊന്ന് പറഞ്ഞത്. അപ്പോൾ ആ ബന്ധമുണ്ട്. അപ്പോൾ അയാൾ എത്ര മനോഹരമായിട്ടുണ്ട് മുമ്പിൽ. ഞാനൊരു ശരിക്കും തേച്ചില്ലേ പെണ്ണെ എന്നുള്ള പാട്ട് ഞാൻ എന്നെ ചിലപ്പോഴൊക്കെ അന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തേപ്പുകാരി, ഞാനൊരു തേപ്പ് കിട്ടിയവളായി പോലും. എന്നെ നല്ല പ്രായത്തിൽ ഒരു പുരുഷനെയും തേക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത പ്രേമബന്ധങ്ങളിൽ പോയിട്ടില്ല. അതൊക്കെ ഒരു അഭിമാനമായിട്ടിരുന്ന് കണ്ടിരുന്നത് ആദ്യമായിട്ട് പ്രേമിക്കാത്തോർത്ത് ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു. നമ്മുടെ കോളേജ് ലൈഫും സ്കൂൾ ഡേയ്സിലും ഒക്കെ നമ്മൾ പ്രണയിക്കണോടോ. നമുക്ക് പ്രണയം അങ്ങോട്ട് തോന്നുന്നു. ഒരാളോടെങ്കിലും നമ്മൾ ആ പ്രണയം ഷെയർ ചെയ്യുകയും പ്രണയിക്കുകയും ചെയ്യണം ലൈഫിൽ. അതൊന്നും കല്യാണം കഴിഞ്ഞൊരുത്തർ കൊടുക്കാന്ന് വെച്ചാൽ വിഡിത്തമായ ചിന്താഗതിയാണ്. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത ക്രൂക്കഡായിട്ടുള്ള ഗ്രീഡി ആയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തായിരിക്കും നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നത്. കാരണം അവനെ അങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത്. പ്രണയം അങ്ങനെയല്ല. നമ്മൾ ആരാണ് എന്താണെന്നറിയാതെ നമുക്ക് തോന്നുന്ന ഒരു വികാരത്തിൽ 2 പേര് കണക്റ്റഡ് ആവുന്നതാണ് ലവ് എന്ന് പറയുന്നത്. അതൊരിക്കലും സംഭവിക്കണം. അത് പറ്റാതെ പോയതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അങ്ങനെ ഈ പെണ്ണിനെ ഞാൻ പോയി കാണുന്നു. ഇവളുടെ ഇതിപ്പോൾ അവിഹിത കഥയിലേക്ക് മാറി. എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിഹിതത്തിലെ നായികയെ ഞാൻ പോയി കാണുന്നു, പ്രതിനായികയെ പോയി കാണുന്നു. അവളെ ഞാൻ പറഞ്ഞു അവളുടെ ഹസ്ബൻഡിനെ പോയി, നായികയല്ല കണ്ടത്, അവളുടെ ഹസ്ബൻഡിനെ ഞാൻ പോയി തപ്പി പിടിച്ചു. അയാളെ നമ്മൾ ജേർണലിസ്റ്റുകളാണല്ലോ. അദ്ദേഹത്തെ പോയി കാണുന്നു. അദ്ദേഹം വളരെ മാന്യനായിട്ടൊരു മനുഷ്യൻ. അതൊരു കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഇന്നയൊക്കെ ആണ് കാര്യങ്ങൾ. നിങ്ങളുടെ ഭാര്യയെ കറക്കാനും കൊണ്ടുപോകാനും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അന്യൻ്റെ ഭർത്താവിൻ്റെ കൂടെ വിടുന്നതെന്ന് ഞാൻ ചോദിച്ചു. അത്ര ചോദിച്ചുള്ളൂ. അയാൾ വളരെ മാന്യനാളൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ അയാൾ നിന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, കേസ് കൊടുക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഭാര്യയുടെ പേരും അഡ്രസ്സും വെച്ച് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളത് നിർത്തിക്കൊള്ളുക എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു. ഒറ്റ പ്രാവശ്യം ഞാൻ അയാളെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും കോൺടാക്ട് ചെയ്തിട്ടില്ല പിന്നീട്. ഭർത്താവ് അപ്പോഴും ഇന്നും എന്നെ വേദനിപ്പിക്കുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ, ഇന്നും അയാൾ തെറ്റ് ചെയ്തിട്ടും എൻ്റെ മോളെ ഒന്ന് വിളിക്കാനോ കാണാനോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇന്നും അയാൾ 1 രൂപ പോലും ചെലവിന് തരികയോ നോക്കുകയോ അവളൊരു കാര്യങ്ങളും ചിരക്കുകയോ ചെയ്തിട്ടില്ല. ഈ ജന്മത്തിൽ ഒരിക്കലും അവൾക്ക് യോഗ്യനായ ഒരു പിതാവല്ല അയാൾ. അതുകൊണ്ട് അവൾക്കുള്ള നീതി ഞാൻ ഏതറ്റം വരെയും പോയി ഫൈറ്റ് ചെയ്ത് മേടിച്ചു കൊടുത്തിരിക്കും. നമ്മളിത് വാർത്തയായി പറയുന്ന സമയങ്ങളിൽ പലർക്കും അവരുടേതായ വേർഷൻസ് ആയിട്ടാണ്, അതായത് കൃത്യമായ ഒരാൾ പറയുമ്പോൾ ഈ അനുഭവിച്ച ആളുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ആഴം. ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് വളരെ നിസ്സാരമായ കാര്യങ്ങളായി തോന്നി. പക്ഷെ അനുഭവിക്കുന്ന ഒരാൾക്കാണ് അത് എത്രത്തോളം അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ട്രോമയിലൂടെ അവർ കടന്നു പോകേണ്ടി വരും മനസ്സിലാവും. തീർച്ചയായിട്ടും ഒരു മരുഭൂമിയിൽ കിടന്ന ഒരു എന്താ പറയാ കള്ളിമുൾച്ചെടിയായിരുന്നു ഞാനെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ മാത്രം ആ ഒരു കള്ളിമുൾച്ചെടി അതിജീവിക്കുന്ന സ്വയമല്ലേ, അങ്ങനെ ഒരു അതിജീവിച്ച ഒരാളാണ് ഞാൻ. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എൻ്റെ കരിയറിൽ ഡെവലപ്പ് ആകുന്നു. ഇതിലൊന്നും 1 രൂപ പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കോ യാതൊരു തരത്തിലും സ്വന്തമായിട്ട് വഴിവെട്ടി വന്നോളാം. ഞാൻ ഒരിക്കൽ പോലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് നിനക്ക് എന്ത് പ്രത്യേകതയാണെന്ന് ചോദിച്ച് എൻ്റെ ശരീരത്തെ ശരിക്കും ബോഡി ഷെയ്മിങ് ഉള്ള നടത്തുന്ന ഒരു വീട്ടുകാരാണ് എല്ലാ കാലത്തിലും. നമ്മുടെ വണ്ണത്തെക്കുറിച്ച് ഇതൊക്കെ കണ്ടിട്ടല്ലേ എല്ലായിടത്തും ബോഡി ഷെയ്മിങ് നടത്തുന്ന ആൾക്കാരാണ്, മനുഷ്യരെ വെറുതെ കളിയാക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ചെയ്യുന്ന ആൾ, അതെല്ലാം അതിജീവിച്ച് ഇന്ന് മറ്റു പെണ്ണുങ്ങളിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കരിയർ കൊണ്ട് ഞാനത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോർമലായിട്ടുള്ള ഒരു ഗേൾ അല്ല, നോർമലായിട്ടൊരു വുമൺ അല്ല എന്ന് എൻ്റെ കരിയർ കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും തെളിയിക്കാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നില്ല. ഒരു സ്റ്റെപ്പ് എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവം ഉറപ്പായിട്ടും നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ കാലവും ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിൽക്കുക. അതും കൂടെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും എൻ്റെ മോളോട് ഈ കാണിച്ച അവൾ ഹൃദയത്തിൽ വേദനിക്കുന്നുണ്ട്. അവൾ അച്ഛൻ എന്താണ്, ഞാനൊരു തെറ്റ് ചെയ്തില്ലല്ലോ അമ്മ, എന്നെ എന്തിനോട് അച്ഛൻ എന്നോട് ഈ പണക്കം കാണിക്കുന്നു, അവൾ എന്നോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് പറയും, മോനെ അച്ഛൻ ഇങ്ങനൊരു ദുഷ്ടനായ ഒരു ക്രിമിനലായിപ്പോയി, ഇങ്ങനൊരു മാനസിക അവസ്ഥയുള്ള മനുഷ്യനായിപ്പോയി, അയാൾക്കത് മനസ്സിലാവണമെങ്കിൽ കാലങ്ങൾ ഇനിയും കഴിയും. മനസ്സിലാക്കും, അയാൾ ഡെഫിനറ്റ്ലി ഹി വിൽ റിട്ടേൺ ബാക്ക്. ബട്ട്
അന്ന് അയാൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിലായിരിക്കും അയാളുടെ മുൻ ഭാര്യയും മകളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. താങ്ക് യു.